ജീവൻ രക്ഷാ ദൗത്യം. ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലം. കേന്ദ്ര സർക്കാരിനടക്കം ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടൽ അങ്ങേയറ്റം സങ്കീർണമാക്കുന്ന ഘടകങ്ങൾ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചതാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി. അങ്ങനെ എല്ലാം അസ്തമിച്ച് ശിക്ഷ നടപ്പാക്കാൻ 24 മണിക്കൂർ പോലും ഇല്ലാത്തപ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കാനിറങ്ങിയതാണ് കാന്തപുരം. ആ രാജ്യത്തെ സൗഹൃദങ്ങൾ, സ്വാധീനങ്ങൾ, യമന്റെ ഗ്ലോബൽ മുഖം ഷെയ്ഖ് ഹബീബ് ഉമറുമായി പതിറ്റാണ്ടുകളുടെ വ്യക്തിബന്ധം ഒക്കെയൊക്കെ കാന്തപുരത്തിന്റെ കരുത്തായി. ആ വ്യക്തിപ്രഭാവത്തിന്, മാനവ സ്നേഹത്തിന്റെ വക്താവിന് ആദരവുകൾ, ദീർഘായുസ്സിന് പ്രാർത്ഥനകൾ. അവരെ കുറ്റം പറയാൻ കഴിയില്ല. അക്കാര്യത്തിൽ തലാലിന്റെ കൊലപാതകത്തിൽ അങ്ങേയറ്റം വൈകാരികമാവുന്ന അമ്മ, സഹോദരൻ, അവരുടെ കുടുംബങ്ങൾ, ഗോത്രങ്ങൾ, രക്ഷാവഴിയിലേക്ക് ഇനിയും പ്രധാന ചർച്ചകളൊക്കെ ബാക്കിയാണ്. ദയാധനം വാങ്ങി അപരാധത്തിന് മാപ്പ് നൽകിയത് കോടതിയെ ആ കുടുംബം അറിയിക്കൽ പ്രധാനമാണ്. ആ ബ്ലഡ് മണി അതെത്രയാണെങ്കിലും നമ്മുടെ ഒരു കൂടപ്പിറപ്പിന്റെ ജീവൻ കാക്കാൻ ഈ നാട് സമാഹരിക്കുമെന്നത് കേരളത്തിന്റെ വാക്കാണ്. ലോകത്തോട് പിന്നെയും കരുത്തോടെ, കാമ്പോട്, ആർജവത്തിൽ നമ്മൾ പറയുന്നു, വെറുപ്പിന്റെ വക്താക്കൾ പുലമ്പുന്നതല്ല സത്യം.